അരയ്ക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 2 പച്ചമുളക്, ചെറിയ 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, പെരിഞ്ചീരകം, തേങ്ങ. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചിട്ട് വരാം. മിക്സിയിലിട്ട് നല്ലതുപോലെ അരയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 5-6 മത്തി തലയും എടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇച്ചിരി ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ അത് അരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലിരിക്കുന്ന മീൻ വെന്തതിന് ശേഷം അതിനകത്തോട്ട് ഒഴിക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് മാവാണ്. മൈദ മാവ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ നമുക്ക് റേഷൻ കടയിലൊക്കെ കിട്ടുന്ന ആട്ടായില്ലേ, ആ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ മീൻ വേകാറായിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അരച്ച് വെച്ച അരപ്പ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുക. അരച്ച് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ മാവിട്ട് കുറുക്കിയെടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇതിനകത്തോട്ട് ആ മാവിട്ട് നമുക്ക് നല്ലതുപോലെ കുറുക്കിയെടുക്കാം. അപ്പം ഞാൻ മാവിട്ട് കൊടുത്തിട്ടുണ്ട്. മാവിട്ട് കൊടുത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. നല്ലതുപോലെ ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തി കുറുക്കൻ റെഡിയായിട്ടുണ്ട്. ഇവിടെ കുറുക്കൽ റെഡി.